കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് വാഹനങ്ങൾക്ക് എളുപ്പം കടന്നു ചെല്ലാവുന്ന വിധത്തിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവർ ആശുപത്രിയുടെ വടക്കുഭാഗം വരെ നീട്ടണമെന്ന് ജനസഹായി വിവരാവകാശ ഫോറം. തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു. യോഗം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് വാഹനങ്ങൾക്ക് യഥേഷ്ടം കടന്നു ചെല്ലാൻ സാധിക്കും വിധം തൂണുകളിൽ ഉയർത്തിയുള്ള ഫ്ലൈ ഓവർ താലൂക്ക് ആശുപത്രിക്ക് വടക്കുഭാഗം വരെ നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനസഹായി വിവരാവകാശ നിയമ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ കൂടിയ ആലോചനാ യോഗം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സാമഗ്രികളുടെ അഭാവം, നമ്മൾ ഈ അഴിമതിയാണെന്നൊക്കെ പറയുമ്പോഴും അവർ പറയുന്നത് സാധനങ്ങൾ കിട്ടാനില്ല. അപ്പോൾ പലയിടത്തും പണികൾ കിഴഞ്ഞു പോകുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ പല ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ കോട്ട പോലെ കെട്ടിവെച്ചിരിക്കുന്നതിന്റെ താഴെ കൂടെ പോകാൻ നമുക്ക് ഭയമാണ്. കാരണം ഇത് ഇനി വീഴുവോ, എന്താണ് ഉറപ്പ്? ഇത് യഥാർത്ഥത്തിൽ ദേശീയപാത നിർമ്മാണം ഇത്രയും വന്നതിന് ശേഷം നല്ലൊരു മഴ വന്നിട്ടില്ല. 2-3 പ്രളയം എല്ലാ കാലാവസ്ഥാ പ്രവചനത്തെയും തെറ്റിച്ചുകൊണ്ട് അടിക്കടി ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പൊ ഇനി നേരത്തേതുപോലെ ഒരു വെള്ളപ്പൊക്കമോ മഴയോ വന്നാൽ ഈ ദേശീയപാതയുടെ അവസ്ഥ എന്തായിരിക്കും? തുടർ സമരങ്ങൾ നടത്തുന്നതിന് KC വേണുഗോപാൽ MP, AM ആരിഫ്, CR മഹേഷ് MLA എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ ചെയർമാൻ ആക്ഷൻ കൗൺസിൽ ചെയർമാനായും ജനസഹായി വിവരാവകാശ നിയമ ഫോറം പ്രസിഡന്റ് കൺവീനറായും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആലോചനാ യോഗത്തിന് ജനസഹായി പ്രസിഡന്റ് KJ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ P സോമരാജൻ, M അൻസാർ, KS പുരം പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ്, തഴവ പഞ്ചായത്ത് പ്രസിഡന്റ് സുജ R, വൈസ് ചെയർമാൻ ബീന ജോൺസൺ, ജഗത് ജീവൻലാൽ, ജനസഹായി ഭാരവാഹികളായ A അജയ്കുമാർ, D മുരളീധരൻ, S വിജയൻ, രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.